സഹൃദയരെ, നമ്മളെ വീഡിയോ അവസാനിക്കുന്നില്ല. വീഡിയോ അങ്ങനെ കുറേ തുടങ്ങി എണ്ണിപ്പോയതാണല്ലോ, അതങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഞാൻ കുറേ മുന്നേ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ നിങ്ങൾ കാഴ്ചക്കാരാവും, ചിലപ്പോൾ ഞാൻ കാഴ്ചക്കാരാവും, ചിലപ്പോൾ നിങ്ങൾ ശ്രോതാക്കളാവും, ചില സമയങ്ങളിൽ ഞാൻ ശ്രോതാവാവും. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതൊക്കെ നമുക്കിങ്ങനെ നിങ്ങളെ കൈവിരൽ പണ്ട് പറഞ്ഞ പോലെ എൻ്റെ മൊബൈലിൻ്റെ പ്രതലത്തിൽ തെളിഞ്ഞ് കാണുമ്പോൾ വാക്കുകളായിട്ടും രൂപങ്ങളായിട്ടും എണ്ണങ്ങളായിട്ടും കാണുമ്പോൾ എനിക്ക് മനസ്സിന് നിങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്താനും നിങ്ങളോട് ഒരു അനുഭൂതി കിട്ടും അത് കാണുമ്പോൾ. എല്ലാവർക്കും അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും, ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാൻ പോകുന്നവർക്കും എൻ്റെ നന്ദി. അപ്പോൾ പറയുന്ന കഥകൾ പലത് പറഞ്ഞു കഴിഞ്ഞു. കഥകൾ എല്ലാവർക്കും അറിവുള്ളതാണ്, എങ്കിലൊരു വ്യത്യസ്തമായിട്ടുള്ള കഥയാണെന്ന് വെച്ചാൽ കഥ തന്നെയല്ല. കഥയെന്ന് വെച്ചാൽ നമ്മൾ ഒരു സംഭവങ്ങൾ പറയുന്നതിനെ കഥ എന്ന് തന്നെ പറയാം. പഴയ കാലത്ത് കപ്പലിലാണ് യാത്ര. നമ്മുടെ വിവേകാനന്ദ സ്വാമി കപ്പലിൽ അമേരിക്കയ്ക്ക് പോവാണ്. അദ്ദേഹം കപ്പലിൽ യാത്ര ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് അന്നത്തെ ഇത് പറഞ്ഞാൽ വെസ്റ്റേൺ സ്റ്റൈലല്ല, മൂപ്പര വേഷം സാധാരണ വേഷമല്ല, മുണ്ടക്കൊടുത്തിട്ടുള്ള. ഇപ്പം നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരുണ്ട്, പെൻസൊക്കെ ഇട്ട് വളരെ മോഡേണായിട്ട് വേഷവിധാനം ചെയ്യും. അന്നത്തെ കാലത്ത് ഏറ്റവും മോഡേണായിട്ട് വേഷവിധാനം ഒരു പയ്യൻ. അപ്പോൾ അയാളിങ്ങനെ വിവേകാനന്ദ അവിടെ ഇരിക്കുന്നുണ്ട്, വിവേകാനന്ദ സ്വാമി അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, സ്വാമി ചോദിച്ചു, സ്വാമി അയാളെ നോക്കുന്ന ഒരു അവജ്ഞയോടെയാണ്. സ്വാമി തിരിച്ചായിട്ട് നോക്കിയിട്ട് ചോദിച്ചു, എങ്ങോട്ടാ യാത്ര? ഇങ്ങനെ തന്നെ. അപ്പോൾ അയാൾ അവജ്ഞയോടെ പറഞ്ഞു, അമേരിക്കയ്ക്ക് എന്തിനാണ് പോകുന്നത്? അമേരിക്കയ്ക്ക് പോകുന്നത് നിങ്ങളെപ്പോലെ യാചിക്കാനല്ല, ഈ വിഷമെടുത്ത് ഇന്ത്യയെ പറയിപ്പിക്കാൻ യാചിക്കാനല്ല ഞാൻ പോകുന്നത് അമേരിക്കയ്ക്ക് ഈ പഠിക്കാനാണ്, MBBS. അപ്പോൾ അത് കഴിഞ്ഞിട്ടോ? അപ്പം സ്വാമി വളരെ ശാന്തനായിട്ട് അത് കഴിഞ്ഞിട്ടോ ഡോക്ടറാവും. ഡോക്ടറായിട്ട് പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യും അവിടെ. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഞാൻ ഇങ്ങോട്ട് വരും. ഇവിടെ ഞാൻ കല്യാണമൊക്കെ കഴിക്കും. ഇവിടെ വന്ന് കല്യാണമൊക്കെ കഴിച്ച് പിന്നെ ഇവിടെ വന്ന് തിരിച്ചു പോവും. പിന്നെ ഒരു ഡോക്ടറെ കല്യാണം കഴിക്കും. അത് ശരി, അപ്പോൾ അത് കഴിഞ്ഞു ഡോക്ടറെ കല്യാണം. പിന്നെന്ത് ചെയ്യും? പിന്നെ കുട്ടികളുണ്ടാവും കല്യാണം കഴിച്ച്. പിന്നെന്ത് ചെയ്യും? കുട്ടി വളർന്ന് അവനെയും ഡോക്ടറാക്കും. പിന്നെന്ത് ചെയ്യും? അങ്ങനെ ചോദിച്ചോളേ. പിന്നെ ആ കുട്ടി വലുതായി വലിയൊരു കുട്ടിയായിട്ട് മാറും. അതിനെ കല്യാണം കഴിച്ച് ഡോക്ടറാക്കി മാറ്റും. പിന്നെന്ത് ചെയ്യും? അപ്പോഴത്തേക്കും എനിക്ക് വയസ്സായി മാറും. പിന്നെയോ? പിന്നെ മരിക്കും. എന്താണ്? മരിക്കും. അപ്പോൾ വിവേകാനന്ദ സ്വാമി ചോദിച്ചു, മരിക്കാനാണെങ്കിൽ ഈ വെള്ളത്തിലേക്ക് ചാടി ഇപ്പം മരിച്ചാൽ പോരെ? ഡോക്ടറായി, കുട്ടികളുണ്ടായി, ഇവിടെ വന്നു, കല്യാണം കഴിഞ്ഞു, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, ഒരുപാട് യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് എന്തിനാ ഡോക്ടറാവുന്നത്? അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന മരണമാണ്, അവസാനം മരണത്തിലാണെങ്കിൽ എന്തിനാ ഇത്രയും സാധ്യതപ്പെട്ട് ഇത്രയും പണിയെടുക്കുന്ന ജീവിതത്തിൽ എത്ര നെട്ടോട്ടോടിയിട്ട് മരണം സമ്പാദിക്കണം? അദ്ദേഹം പറഞ്ഞു, കുട്ടി, ഞാൻ പോകുന്നത് മരിക്കാനല്ല. എൻ്റെ ഗുരുനാഥൻ്റെ ഉപദേശപ്രകാരം നമ്മൾ മരണത്തിനപ്പുറത്തുള്ള അനന്ത സത്യത്തിലേക്ക്, പ്രപഞ്ച സത്യത്തിലേക്ക്, അതിനപ്പുറത്തുള്ള സംഗതി എന്താണ്? ഉയർന്ന സ്ഥലത്തിലേക്ക്, മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിലേക്ക് മനുഷ്യനെ ഉയർത്താനും മനുഷ്യന് മരണത്തിനപ്പുറത്തുള്ള സംഗതികളിലേക്ക് കാണിച്ചു കൊടുക്കാനും, അതായത് നമ്മളെ മനസ്സിന് വളരെ പോകാൻ പറ്റിയ പുതിയ മേഖലകളിലേക്ക് വേണം. മരണത്തിനപ്പുറത്തുള്ള അല്ല, അതോടെ അവസാനിക്കുന്നില്ല. അതിൻ്റെ എന്താ പറയുക, അതിനപ്പുറത്തുള്ള അനന്ത സത്യം, ആ സത്യം മനസ്സിലാക്കി കൊടുക്കാനും എൻ്റെ ഗുരുനാഥൻ തെറ്റിയ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അല്ല മരിക്കാനല്ലാതെ ആ സത്യത്തെക്കുറിച്ച് പറയാനും പല കാര്യങ്ങൾ സംസാരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അനന്തമായ മരണത്തിനപ്പുറത്തുള്ള മരണമല്ലാത്ത ഭഗവാനൊക്കെ പറയും പോലെ ഞാൻ ഓരോ യുഗത്തിലും അവതരിക്കുന്നുണ്ട്. ഞാൻ എത്രയോ ജന്മങ്ങളെടുത്തു കഴിഞ്ഞു, വേഷങ്ങൾ മാറി, ഓരോ ജന്മവും വേഷം വസ്ത്രം മാറുകയാണെന്ന് പറഞ്ഞ പോലെ തന്നെ മരണം അങ്ങനെ ഒരു കളികളായിട്ട് ഇങ്ങനെ പോവുകയാണ്. മരണം ഒരു യാത്രയിൽ കൂടെ യാത്രക്കാരായിട്ട് മരണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു അവസാനമില്ലാത്ത പോക്കാണ്. മാറി മറിഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്യും പോലെ ഒന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ അങ്ങനെ മരിക്കാൻ വേണ്ടിയിട്ട് വളരെ സാഹസപ്പെട്ട് നമ്മൾ പോലല്ല. അപ്പോൾ അത് കഥയാണെങ്കിൽ കൂടി വളരെ ഒരു സത്യം പറയുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണോ അതിനപ്പുറത്തേക്കുള്ളത്. നമ്മളെ വെറും ഈ ശരീരബോധം മാത്രമാണോ? നമ്മൾ ഫിസിക്കലായിട്ട് ചെയ്യുന്ന സംഗതികൾ മാത്രമാണോ? നമ്മൾ യാന്ത്രികമായിട്ട് ചെയ്യുന്ന സംഗതി മാത്രമാണോ? അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇല്ലേ? വെറും യാന്ത്രികമായിട്ട് നമ്മൾ ചെയ്യുന്നതിനപ്പുറത്തേക്കൊന്നുമില്ലേ? ഇൻഫർമേഷൻ ടെക്നോളജി കയറി
തകർത്തടിച്ച് പോകുമ്പോൾ നമുക്കതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഇല്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കുക. ഓക്കെ.